മുസ്ലിം കുക്ക് അയാൾ പല്ലുപോലും തേക്കാതെ ഇത്തരം ഭക്ഷണ പാനീയങ്ങളിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ് ആ രുചി. ഏലക്കായിട്ടിനല്ലേ കരാമ്പട്ടയുടെ അല്ല അല്ലേ അതില് ചേർത്തൊക്കെ പറഞ്ഞുതരാം. മുസ്ലിം കുക്ക് അയാൾ പല്ലുപോലും തേക്കാതെ ഇത്തരം ഭക്ഷണ പാനീയങ്ങളിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ് ആ രുചി. ഇനി ആരും സൂത്രം കാണിച്ചാ फूंक मारना ये गलत है, ये हराम है हदीस में, लेकिन दम करने के लिए ऐसे करना ये सुन्नत है. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി വേൾഡ് ഫേമസ് ആയിട്ടുള്ള നിസാമി ചിക്കൻ ദം ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മുസ്ലിമീങ്ങളുടെ റെസ്റ്റോറന്റുകളിൽ കയറി രുചികരമായ ഭക്ഷണം കഴിക്കുന്നവർ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ആ രുചി ഉണ്ടാകുന്നത്? അതെ, മുസ്ലിം കുക്ക് അയാൾ പല്ലുപോലും തേക്കാതെ ഇത്തരം ഭക്ഷണ പാനീയങ്ങളിലേക്ക് തുപ്പുന്നത് കൊണ്ടാണ് ആ രുചി. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കൊണ്ട് അവിടുത്തെ അനുചരന്മാർ അനുഗ്രഹം തേടിയിട്ടുണ്ട്, ബറക്കത്ത് തേടിയിട്ടുണ്ട്. അയ്യോ, അത് പിന്നെ അങ്ങനെയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് ഉമിനീരല്ല, മറ്റു പല വിഷയങ്ങളിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്കിങ്ങനെ ഒരു തെറ്റ് വരാൻ വഴിയില്ല. അത് മുസ്ലിമീങ്ങൾ എതിർക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നതല്ല. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രേ നമഃ. അവിടെ ആളല്ലേ? എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലേ. ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അതെ, ഇത് മുടി നടന്നു അത്രയ്ക്ക് ആക്കിയിട്ടുണ്ട് ആ അവസ്ഥ. സാറ് വിഷമിക്കണ്ട, ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്ത് ഉയരുന്നില്ല എന്ന് ഞാൻ പറയും. അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?